It's unboxing time, yes. അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന iPhone 13ന്റെ ഒരു ഫുൾ അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് കൂടാതെ iPhone 13ന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്നെ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് iPhone 13ൽ നിന്ന് തുടങ്ങാം. ഇതൊരു ബ്ലൂ കളേർഡ് ഐഫോൺ ആണ്. അതുമാത്രമല്ല ഈ വർഷത്തെ iPhone 13ന്റെ ബോക്സ് വരുന്നതും iPhone 12ന്റെ കൂട്ട് തന്നെയാണ്. എന്നിട്ട് ബോക്സിൽ പിന്നൊരു മാറ്റമുണ്ട്. iPhone 12ന്റെ കൂട്ട് ഇതിനൊരു പ്ലാസ്റ്റിക് റാപ്പ് വരുന്നില്ല. ആപ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻവയൺമെന്റിനെ സേവ് ചെയ്യാൻ വേണ്ടി എന്നാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഐഫോൺ. എന്നിട്ട് പിന്നെ ഫോൺ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ലൈറ്റ്നിങ് USB-C കേബിൾ കാണാൻ പറ്റും. പിന്നെ ഒരു സിം കാർഡ് ടൂൾ, പിന്നെ ആപ്പിൾ സ്റ്റിക്കർ. കളേർഡ് അല്ല, ജസ്റ്റ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് iPhone 13 mini. iPhone 13 മിനിയുടെ കളർ വരുന്നത് മിഡ് നൈറ്റ് ആണ്. അത് ഭയങ്കര ബ്ലാക്ക് ആട്ടോ. പ്രത്യേകിച്ച് iPhone 13 മിനിയിലൊന്നുമില്ല, ബോക്സിൻ്റെ അകത്ത് iPhone 13ന്റെ പോലെ തന്നെയാണ്. ഇനി നമുക്ക് പ്രോ iPhone 13ലേക്ക് വരാം. പിന്നെ iPhone 12ന്റെ കൂട്ട് iPhone 13 പ്രോയിന് ബ്ലാക്ക് കളർ ബോക്സ് ആണ് വരുന്നത്. ഈ ഫോണിന് ഗോൾഡ് കളറാണ്. സെയിം, നോ ചാർജിങ് ബ്രിക്ക്. എന്നിട്ട് പിന്നെ iPhone 13 Pro Max സിയറ ബ്ലൂ. ഈ iPhone 13നും iPhone 12ന്റെ സെയിം സൈസ് ആൻഡ് ഷേപ്പ് വരുന്നതാണ്. എന്നിട്ട് ഈ iPhone 13 Pro Maxന് വലിയ ക്യാമറ ബമ്പാണ് വരുന്നത്. ആൻഡ് യെസ്, ഇതാണ് നമ്മളെ iPhone 13ന്റെ ലൈനപ്പ്. ഓക്കെ, iPhone 13ന്റെ വെയിറ്റിനെ കുറിച്ച് സംസാരിക്കാം. iPhone 13ന്റെ വെയിറ്റ് വരുന്നത് iPhone 12നെ ഉപേക്ഷിച്ച് 20 grams ഹെവിയറാണ്. എന്നിട്ട് ഇതിനൊരു ബിഗ്ഗർ ബാറ്ററിയും വരുന്നുണ്ട്. അത് മാത്രമല്ല iPhone 13 Pro നിങ്ങൾ സ്ട്രെയിറ്റ് 5 hours യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതിൻ്റെ സ്റ്റിൽ ഹാഫ് ബാറ്ററിയെ പോയിട്ടുള്ളായിരിക്കും. ഇനി നമുക്ക് ക്യാമറ ടെസ്റ്റ് നോക്കാം. അപ്പം ഇതാണ് പിക്ചേഴ്സ് iPhone 13ൽ നിന്ന് എടുത്ത. iPhone 13 Pro Maxന്റെ ക്യാമറ വലിയതുമാണ്. അത് മാത്രമല്ല iPhone 12 Pro Maxനെ ഉപേക്ഷിച്ച് ഇച്ചിരി ബംപിയറാണ്. ഇനി നമുക്ക് പ്രോറസ് ഫീച്ചറിലോട്ട് വരാം. പ്രോറസ് ഫീച്ചർ iPhone 13 Pro ഫോൺസിന് ഇപ്പോഴും അവൈലബിൾ അല്ല. കാരണം പ്രോറസ് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ചിലപ്പോൾ ഇനി അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ iPhone 13 പ്രോസിന് പ്രോറസ് ഫീച്ചർ ചെല്ലുന്നതായിരിക്കും. അത് മാത്രമല്ല iPhone 13 Pro മോഡൽസിന് നിങ്ങൾക്കൊരു സൂം ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് ക്യാമറ കൊണ്ടുപോയാൽ ഫോൺ ഓട്ടോമാറ്റിക്കലി അൾട്രാ വൈഡ് ക്യാമറയിലേക്ക് സ്വിച്ച് ആവുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഫോട്ടോസ് 2 cm നിയറിൽ നിന്നും എടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്ക്രീനിനെ കുറിച്ച് സംസാരിക്കാം. iPhone 13 സീരീസ് iPhone 12ന്റെ സ്ക്രീൻ സൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ iPhone 13 ബ്രൈറ്റർ ആണ്. അത് മാത്രമല്ല 20% സ്മോളർ നോച്ചും ഉണ്ട്. പിന്നെ 20 GHz റിഫ്രഷ് റേറ്റ്. പിന്നെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ iPhone 13 അങ്ങനെ മേടിച്ചാൽ നിങ്ങളൊരു iPhone 13ന്റെ കേസും കൂടെ മേടിക്കുക. കാരണം എപ്പോഴാണ് നിങ്ങളെ കയ്യിൽ നിന്ന് iPhone വീരുന്നതെന്ന് പറഞ്ഞുകൂടാ. ഇതിൻ്റെ മുമ്പ് ഞാൻ iPhone 13നെ കുറിച്ച് ഒരു റിവ്യൂ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് iPhone 13നെ കുറിച്ച് ഇനി അറിയണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലിക്ക് ചെയ്ത് കാണുക. ഇനി നമുക്ക് പ്രൈസിനെ കുറിച്ച് സംസാരിക്കാം. പ്രൈസിൻ്റെ കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം. iPhone 13ന്റെ പ്രൈസ് വരുന്നത് 79,900 റുപ്പീസാണ്. പിന്നെ iPhone 13 മിനിയുടെ വരുന്നത് 69,900. പിന്നെ iPhone 13 പ്രോയിൻ്റെ പ്രൈസ് വരുന്നത് 1,19,900 റുപ്പീസാണ്. പിന്നെ iPhone 13 Pro Maxന്റെ 1,29,900. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കി ഓളം നിൽക്കുക. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.